ചൂരൽമല ദുരന്തമുഖത്ത് ചേർത്തുനിർത്തലിന്റെ വലിയ മാതൃക തീർത്ത് മനുഷ്യ മനസ്സ് കീഴടക്കിയ ജെൻസനെ ഓർമ്മയില്ലേ? ജെൻസന്റെ വേർപാടിനു ശേഷം അവന്റെ മാതാപിതാക്കൾ വലിയ സങ്കടക്കടലിലാണ്. സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനും വിവാഹ ആവശ്യത്തിനും വേണ്ടി എടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്നു. കുടിയിറക്ക് ഭീഷണിയിലാണ് ജെൻസന്റെ മാതാപിതാക്കൾ. എനിക്ക് ആർട്ട് കംപ്ലൈൻ്റ് ആണ്. ദൈവത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ ആർട്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് നിന്ന് ഞാൻ മരുന്ന് കഴിച്ച് ചികിത്സയും ചെയ്തതാണ്. ബ്ലാഡർ കംപ്ലൈൻ്റ് ആണ്. അതിനും കോഴിക്കോട് ചികിത്സ ചെയ്തതാണ്. നാടൊന്നാകെ നടുങ്ങിയ ചൂരൽമല ദുരന്തമുഖത്ത് ചേർത്തുനിർത്തലിന്റെ മാതൃകയായി മനുഷ്യ മനസ്സിൽ ഇടം നേടിയ ജെൻസന്റെ കുടുംബം ഇപ്പോൾ കുടിയിറക്ക് ഭീഷണിയിലാണ്. ജെൻസന്റെ അകാല വേർപാടിനു ശേഷം തനിച്ചായിപ്പോയ മാതാപിതാക്കളെ സാമ്പത്തിക പ്രതിസന്ധി അലട്ടുന്നു. അമ്പലവയൽ ആണ്ടൂർ കുറിഞ്ഞിലകത്ത് ആകെയുള്ള 34 സെന്റ് സ്ഥലവും കൊച്ചുവീടും ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഇവർ. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഇവർ പ്രതിസന്ധിയിലായത്. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോൾ നിത്യച്ചെലവിന് പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ്. രണ്ടാൾ വന്നിട്ട്, ചേച്ചി ആ പൈസ അടച്ചില്ലല്ലോ, നിങ്ങൾക്ക് എന്താ ആ പൈസ ഒന്ന് അടച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അന്നന്ന് നിത്യമായിട്ട് അന്നന്ന് കഴിഞ്ഞു പോകണം തന്നെ എനിക്ക് ഭയങ്കര പാടാണ്. വാട്ടർ ടാങ്ക് ക്ലീനിംഗ് ജോലി ചെയ്തിരുന്ന ജെൻസൺ സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങാനും വിവാഹ ചെലവിനുമായാണ് 7.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. 14,500 രൂപയായിരുന്നു മാസത്തവണ. 2023 എടുത്ത വായ്പ 1 വർഷത്തോളം ജെൻസൺ കൃത്യമായി അടച്ചു. ചൂരൽമല ദുരന്തത്തിന് ശേഷം 41 ദിവസം ചൂരൽമലയിൽ തന്റെ പ്രിയതമയ്ക്കൊപ്പം ചിലവഴിച്ച ജെൻസൺ ജോലിയില്ലാതിരുന്നിട്ട് പോലും അടവ് മുടക്കിയില്ല. സെപ്റ്റംബർ 10 കൽപ്പറ്റ വെള്ളാരംകുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ജെൻസന് ഗുരുതരമായി പരിക്കേറ്റു. പിറ്റേന്ന് ജെൻസൺ മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ 5 മാസമായി തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ്. ചില ചെറിയ ബാങ്കിൽ നിന്ന് ചെറിയ ഫിനാൻസിൽ നിന്ന് 50,000, 75,000, 40,000 വെച്ച് അങ്ങനെ ലോൺ എടുത്ത്, അത് എന്തിനാന്ന് വെച്ചാൽ ഇവര് മാരേജ് സംബന്ധമായിട്ട് ഒരു സ്വർണം വാങ്ങാൻ, മാല, കൈച്ചെയിന്, മോതിരം, കുരിശ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവനൊരു പൈസ അമ്മേനെ കുടുംബശ്രീനെ ഉൾപ്പെടുത്തി അമ്മേനെ വെച്ചിട്ട് അമ്മേന്റെ മുഖാന്തരത്താണ് അവൻ പൈസ വാങ്ങിയത്. അടവ് മുടങ്ങിയത് ചൂണ്ടിക്കാണിച്ച് KSBCDC നോട്ടീസ് അയച്ചു. ഹൃദ്രോഗിയായ പിതാവ് ജയന് ജോലിക്ക് പോകാനാകില്ല. ഏറെ പ്രതീക്ഷയോടെ അമ്പലവയലിൽ ജെൻസൺ തുടങ്ങിവെച്ച സ്ഥാപനം കെട്ടിട വാടക കുടിശ്ശികയായതോടെ അതും പൂട്ടി. അങ്കണവാടി ഹെൽപ്പറായ അമ്മ മേരിയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലരുന്നത്. വീട്ടുചിലവിനും മരുന്ന് വാങ്ങാനും ഇത് തികയുന്നുമില്ല. മോന്റെ ആശ്രയത്തിലാണ് ഞാനും. പിന്നെ ഈ തൊഴിൽ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനിക്ക് ആവതില്ല. എന്ന് വെച്ചാൽ ഇത് പൊക്കത്ത് കയറി ഓരോ വർക്കും ചെയ്യുന്ന മകൻ ചെയ്യുന്ന മാതിരി എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റില്ല. ഇത് ഏറ്റെടുത്ത് നടത്താൻ വേറെ ആർക്കും ഒരു ഇതായിട്ട് വരുന്നുമില്ല ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് കാരണം കൊണ്ട് അത് മുടങ്ങിയ കാരണം കൊണ്ട് ആ ലോൺ എങ്ങനെയെങ്കിലും ഒന്ന് അടച്ച് പിന്നോക്കം വരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ലീഗൽ സർവീസിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. തിരിച്ചടവിന് ഗത്യന്തരമില്ലാതായതോടെ വായ്പ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് ഇവർ KSBCDCക്കും ലീഗൽ സർവീസസ് അതോറിറ്റിയിലും അപേക്ഷ നൽകി. എന്നാൽ വായ്പാ തുകയുടെ പകുതി അടച്ചാൽ മാത്രമേ ഇളവിന് പരിഗണിക്കാനാകൂ എന്നാണ് പിന്നാക്ക കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. പിന്നാക്ക കോർപ്പറേഷന്റെ നിയമപ്രകാരം 2 ലക്ഷം രൂപ കൂടി അടച്ച് ഫെബ്രുവരിയിലെ അദാലത്തിൽ പങ്കെടുത്താൽ ഇളവ് പരമാവധി നൽകാനാകുമെന്നാണ് ജില്ലാ മാനേജർ വ്യക്തമാക്കിയത്. ഒന്ന് അവർ മേലെ ഘടകത്തിലേക്ക് ഒന്ന് കൊടുത്തിട്ട് അവരെന്താ തീരുമാനിക്കണമെന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ എന്നും പറഞ്ഞു. ഒരു തവണ പോയി അവർ മീനങ്ങാടി പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു. അവർ മേലെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു. അവിടുന്ന് വീണ്ടും വന്നത് എന്തെന്ന് വെച്ചാൽ ഈ ലോണ് 7,50,000-ന് 3,75,000 രൂപ നിങ്ങൾ അടയ്ക്കണം. KSBCDCയിലെ വായ്പയ്ക്കു പുറമെ വിവാഹ സ്വർണം വാങ്ങുന്നതിന് ജെൻസൺ വേറെയും വായ്പയെടുത്തിട്ടുണ്ട്. അതിന്റെ തിരിച്ചടവും മുടങ്ങിക്കിടക്കുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം 40 ദിവസത്തോളം ജോലിക്ക് പോകാൻ പോലുമാകാതെ ജെൻസൺ ചൂരൽമലയിൽ തന്നെയായിരുന്നു.
ഇക്കാലയളവിൽ ചിലവിനായും കടം വാങ്ങേണ്ടി വന്നു. വാങ്ങിയതെല്ലാം കൃത്യമായി തിരിച്ചടയ്ക്കുന്നവനായിരുന്നു മകൻ. പക്ഷേ കടങ്ങളില്ലാത്ത ലോകത്തേക്ക് അവൻ പോയില്ലേ? മാതാപിതാക്കൾ കണ്ണീരോടെ ചോദിക്കുന്നു. ക്യാമറ പേഴ്സൺ PG പ്രശാന്തിനൊപ്പം ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ.